വനോദര നിർജ്ജന വീഥിയിൽ നിശീഥ നിശബ്ദതയിൽ ശരം വലിച്ചു തൊടുത്തതുപോൽ ഒരു ശബ്ദം മുഴങ്ങി കാറ്റിൽ. ഇങ്ങനെ ആരംഭിക്കുന്നത് വയലാറിന്റെ പ്രക്രൂസ്റ്റസ് എന്ന കവിതയാണ്. ആധുനിക ലോകം മാർഗം മുടക്കുവാൻ ബാക്കി കിട്ടുന്നില്ല സർ, അതുകൊണ്ടാണ് ഞാൻ മുടക്കാൻ ശ്രമിച്ചു നോക്കാം. ഗാഥ വിചാരിച്ചത് ഒരു നല്ല സംഭവമാണോ? അതെ, ആണ്. 100% നല്ലതാണ്. തീർച്ചയായും. നല്ലതെന്നോ ചീത്തയെന്നോ രണ്ട് വശങ്ങളുള്ള സംഭവമല്ല. അല്ല, എ ഗുഡ് ഇൻസിഡന്റ്, ആൻ അച്ചീവ്മെന്റ്. ഇന്ത്യയിൽ നടന്ന ഒരു സംഭവം. അതെ. സൗത്ത് ഇന്ത്യയിൽ അല്ല. നോർത്ത് ഈസ്റ്റ്, ബംഗാൾ, പഞ്ചാബ്, ഹരിയാന അല്ല. ഒഡീഷ, ബീഹാർ, മഹാരാഷ്ട്ര അല്ല. 1950 ശേഷം നടന്ന സംഭവം. ഇല്ല. 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 സ്ഥലം ഡൽഹിയാണ്. അതെ. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായിട്ട് ബന്ധമൊന്നുമില്ല. ഇല്ല. കേജ്രിവാളുമായി ബന്ധമുണ്ട് താനും, പക്ഷെ ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല. തനിക്ക് മുൻപ് വന്ന ഗവൺമെൻറ്റുകളുടെ നല്ല ചെയ്തികളെ അംഗീകരിക്കുകയും പിന്തുടരുകയും ചെയ്യും എന്ന നരേന്ദ്രമോദിയുടെ പ്രസംഗമാണോ ആ വിഷയം? അല്ല. പറയൂ സർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ശ്രീ നവാസ് ഷെരീഫ് എത്തിയതാണ് ഞാൻ ആലോചിച്ച വിഷയം. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യ പ്രധാനമന്ത്രിയുടെ സത്യപ്രതിജ്ഞയ്ക്ക് ഒരു പാകിസ്ഥാൻ പ്രധാനമന്ത്രി എത്തുന്നത്. ഇതാണ് ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ച വിഷയം. വെരി ഗുഡ്, കൺഗ്രാറ്റുലേഷൻസ് ഗാഥ. യു ഹാവ് won ₹50,000 ഫ്രം മിർ റിയൽറ്റേഴ്സ്. ഒപ്പം അവരുടെ റിസോർട്ടിൽ രണ്ടുപേർക്ക് താമസിക്കുവാനുള്ള സൗജന്യ അവസരവും നേടി. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ സാന്നിധ്യം. കാരണം നമ്മൾ വേറെ അതുപോലെ തന്നെയുള്ള വേറെ സ്ഥലങ്ങൾ ഇന്ത്യയിലുണ്ട്. അവിടെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത് കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കാതെ പോയൊരു സ്ഥലമാണത്. വാട്ടർ ഫ്രണ്ട്ലി ആണോ പ്ലേസ്? വാട്ടർ ഫ്രണ്ട്ലി എന്ന് പറയുമ്പോൾ സർ എന്താണ് ഉദ്ദേശിക്കുന്നത്? ജലാശയങ്ങളാൽ ചുറ്റപ്പെട്ടതോ അരുവികൾ നിറഞ്ഞതോ കടലോരമോ ആയ ഒരു സ്ഥലമാണ്. അതെ, കടലിന്റെ സാന്നിധ്യം പ്രതീക്ഷിക്കുന്നു. പക്ഷെ അല്ലാതെ അരുവികളാൽ ചുറ്റപ്പെടുകയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു നദികളാൽ ഉണ്ടാവുകയോ അങ്ങനെ ഒന്നുമില്ല. നമ്മുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ എവിടെയെങ്കിലും ആ സ്ഥലത്തിന്റെ പേര് പരാമർശിക്കപ്പെടില്ല. ഇന്ത്യ ചരിത്രത്തിൽ ആ സ്ഥലത്തിന്റെ പേര് പരാമർശിക്കപ്പെടുന്നില്ല. ഇല്ല. ഗുജറാത്തിലാണോ ആ സ്ഥലം? അതെ. കച്ച് ഏരിയയിലാണോ? റാൻ ഓഫ് കച്ചിന്റെ ഏരിയയിലാണോ? അല്ല. ഏതെങ്കിലും തരത്തിലുള്ള മിനറൽസോ വ്യാപാരമോ മെറ്റലോ ഖനനമോ അവിടെ ഉണ്ടോ? ഇല്ല. ഹിന്ദു മിത്തോളജിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും? ആണത് സൂര്യക്ഷേത്രമാകുന്നത് സർ. കാരണം സൂര്യൻ ട്രോപ്പിക് ഓഫ് ക്യാൻസർ വരെ മാത്രമേ സഞ്ചരിക്കുകയുള്ളൂ. അതിനുശേഷം സൂര്യൻ ഒരു സഞ്ചാരപാതയില്ല. അതുകൊണ്ടാണ് അത് ട്രോപ്പിക് ഓഫ് ക്യാൻസറിന്റെ, ഇന്ത്യയിലെ ട്രോപ്പിക് ഓഫ് ക്യാൻസറിന്റെ ഈസ്റ്റ് വെസ്റ്റ് റണ്ണിൽ ആദ്യത്തെ സൂര്യക്ഷേത്രം ഇതാണ്. ഇങ്ങ് അറ്റത്തേത് ഏറ്റവും വെസ്റ്റിലേതാണ് നമ്മൾ കൊണാർക്ക് പറയുന്നത്. പക്ഷെ ഇതാണ് നമ്മുടെ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഏറ്റവും ഈസ്റ്റിൽ തുടങ്ങുമ്പോൾ ആദ്യം സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം ഇതാണ്, സൂര്യക്ഷേത്രം. അതുകൊണ്ടാണ് അത് പ്രശസ്തമാകേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതൊരു ജിയോഗ്രഫിക്കലായിട്ടൊരു ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് പറഞ്ഞത്. ട്രോപ്പിക് ഓഫ് ക്യാൻസറിലാണ് അതിരിക്കുന്നത്. നെറ്റിലൊന്നും ഇൻഫർമേഷൻ ഇല്ല. ഇല്ല സർ, ഇത് ഈ സ്ഥലം അറിഞ്ഞു വരുന്നത് ഇല്ല. ഈ കുട്ടിയുടെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അല്ല സർ, ഹിന്ദു പത്രം എന്റെ കയ്യിൽ തെളിവായിട്ടുണ്ട്. ഹിന്ദു മെലാൻഷ് എന്ന് പറയുന്ന അവർ ഓരോ ആഴ്ചയും നമുക്ക് ഒരു അറിയപ്പെടാത്ത സ്ഥലങ്ങളെ കുറിച്ചൊരു ട്രാവലോഗ് തരും അവർ. നിങ്ങൾ ഇവിടെ പോകണം എന്ന് പറഞ്ഞിട്ട്. ഒരു വളരെ ആക്സിഡന്റലായി, സത്യം പറഞ്ഞാൽ ഇതിന് വരുന്ന ഭാഗ്യത്തിന്റെ ദൈവാനുഗ്രഹവും കൂടിയില്ലേ. അപ്പൊ ഓരോ തവണയും ഇങ്ങോട്ടേക്ക് മധുരയൊക്കെ എനിക്ക് പുതിയ ഇൻഫർമേഷനാണ്, പുതിയൊരു അറിവാണ്. എനിക്ക് അശ്വമേധം അറിവ് പരസ്പരം പങ്കുവയ്ക്കുന്നതാണ്. തീർച്ചയായിട്ടും. ഒരു ക്ലാസ് മുറി എന്നത് അധ്യാപകൻ വിദ്യാർത്ഥിയെ പഠിപ്പിക്കുന്ന സ്ഥലമല്ല. അധ്യാപകൻ വിദ്യാർത്ഥികളെയും വിദ്യാർത്ഥികൾ അധ്യാപകനെയും പഠിപ്പിക്കുന്ന, പരസ്പരം നടത്തുന്ന ഒരു പ്രക്രിയയുടെ പേരാണ് വിദ്യാഭ്യാസം. അങ്ങനെ തന്നെയല്ലേ ആകേണ്ടത്? അതെ, ആണ് തീർച്ചയായിട്ടും.
റെഡി സർ സ്റ്റഡി സർ ഗോ. എൻ്റെ ആദ്യത്തെ സൂചന ബാലേട്ടൻ. ഇല്ല, ഉത്തരം പറയുന്നില്ല. ഇല്ല, ഇല്ല. തെറ്റ് പറഞ്ഞാൽ കുഴപ്പമില്ല, ഓരോ തവണയും ഉത്തരം പറയാം. ഇല്ല സർ. എൻ്റെ രണ്ടാം എഴുത്തുകാരനെ, ഗുരുവായൂർക്കാരനെ കണ്ടെത്താൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇതിലൊക്കെ മിസ്റ്റഡിയുടെ അംശങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞു മാത്രമേ ഉള്ളൂ. അത് വളരെ 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 ഇൻട്രസ്റ്റിംഗ് ആയ ക്ലൂ ആയിരുന്നു. ഗുരുവായൂർ കോടതിയിൽ വളരെ കാലം ചെയ്തിട്ടുണ്ട്. പക്ഷെ വസ്തു ഹാരയാണ്, അപ്പൊ ഗുണിക്കുന്നു. വസ്തുക്കൾ ഗുണിക്കുന്നത് എങ്ങനെ എന്നാണ് ചോദ്യം. Go for another one. It's I'll better. go for another It's one. better. ഗാഥ. Here is my first clue. പുനർജനി. കഴിയുന്നില്ല സർ. കഴിയുന്നില്ല. കഴിയുന്നില്ല. സെക്കൻഡ് ക്ലൂ നാരായണൻ. ലജില എന്ത് ചെയ്യുന്നു? ഞാൻ ഹൗസ് വൈഫാണ്. House PSC ജനറൽ എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട് ഇപ്പോൾ. പ്രിപ്പയർ ചെയ്യുന്നു. വെരി ഗുഡ്. മലപ്പുറത്ത് എവിടെ വീട്? മലപ്പുറം, പ്രോപ്പർ മലപ്പുറം തന്നെ. പ്രോപ്പർ മലപ്പുറം. യാഗം ആരംഭിക്കാം. എന്താണ്? ലോഹം, മെറ്റൽ. മെറ്റൽ. ലോഹം. ശരി, തിരികെ നിക്ഷേപിക്കും. ഏറ്റവും കൂടുതൽ പ്രതിരോധ ശേഷിയുള്ള ലോഹം ടങ്സ്റ്റൺ ആണ്. ശരിയോ തെറ്റോ? തെറ്റ്. റെസിസ്റ്റിവിറ്റി ഏറ്റവും കൂടിയ ലോഹം ശരിയാണ്. ശരിയാണ്. ശരിയായ ഉത്തരം മെറിയൽട്ടേഴ്സിന്റെ 1000 രൂപ താങ്കൾക്ക് സ്വന്തം. അടുത്ത ബോൾ. സാമൂഹ്യ പ്രവർത്തനം. നമ്മൾ പ്രകോപിതരാകുന്നത് എപ്പോഴാണ്? ജീവിതത്തിൽ നമ്മൾ പ്രകോപിതരാകുന്നത് ഒരു വലിയ കല്ലിടി കൊള്ളുമ്പോഴോ ഒരു വലിയ വെടിയുണ്ട തറയ്ക്കുമ്പോഴോ തന്നെ ആകണമെന്നില്ല. ഒരു ചെറിയ മുള്ള് ഹൃദയത്തിൽ കൊണ്ടാൽ മതി. മുള്ളുകൾ കൊള്ളുന്ന ഹൃദയങ്ങൾ രക്തം പൊടിച്ചുകൊണ്ടേയിരിക്കും. പന്നീർ ജലങ്ങളിൽ നിന്നും ചുവന്ന ചോരത്തുള്ളികൾ ഒഴുകിക്കൊണ്ടേയിരിക്കും. ശുഭരാത്രി ഫ്രം GSP.